നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക്. ഇന്ത്യ രാജ്യത്ത് ക്രമസമാധാനം പരിപാലിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബീഹാറാണ്. പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഒന്ന് പുറത്തിറങ്ങാൻ പോലും അതീവ സുരക്ഷ വേണ്ടി വരുന്ന സമയം. കാരണം അത്രയേറെ സംഘടനകളാണ്. തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിന് ശേഷം BJP അധികാരത്തിൽ ഏറിയതിനു ശേഷം പകപോക്കൽ തുടങ്ങിയിരിക്കുകയാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ന്യൂനപക്ഷ വേട്ടയാടലിൻ്റെ കൃത്യമായിട്ടുള്ള ചലനങ്ങളാണ് ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന് അധികാരമില്ല എന്ന് കരുതി അവർ തെരുവിലിറങ്ങി പോരാട്ടം നടത്തുകയാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ നിയമ പോരാട്ടം നടത്താൻ മമതാ ബാനർജി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൃത്യമായി സമീപിക്കുന്നതിനോടൊപ്പം തൃണമൂലിൻ്റെ പ്രാദേശിക പ്രവർത്തകർ ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സുവേദു അധികാരിക്ക് ഭരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ബംഗാളിൽ ഒരുപക്ഷെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നാൽ പോലും അതിൽ അസ്വാഭാവികതയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. നമുക്കറിയാം, സാധാരണ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള മണിപ്പൂരിൽ കുറച്ചുനാൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബീരേൻ സിംഗ് അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വന്ന സാഹചര്യം, അത് നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ അവിടെ രാഷ്ട്രപതി ഭരണം വന്നു. ഇവിടെ ബംഗാളിൻ്റെ രാഷ്ട്രീയം നോക്കുമ്പോൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഭവാനിപ്പൂരിൽ ദീദിയുടെ മടയിൽ ചെന്ന് ദീദിയെ പരാജയപ്പെടുത്തി അജയനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ദ ഗ്രേറ്റ് സുവേദു അധികാരി അത്ര ഈസിയായി സുഗമമായി ബംഗാൾ ഭരണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം 90 ലക്ഷം വോട്ടുകൾ അവിടെ നിന്നും SIR വഴി നീക്കം ചെയ്തതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണിത്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ അറിയാം, സാധാരണഗതിയിൽ തൃണമൂലിന് കിട്ടേണ്ട ഒരു എക്സ്ട്രാ 30-40 ലാക്സ് വോട്ടുകളുണ്ട്. 30 ലക്ഷത്തിൽ കുറയാത്ത വോട്ടുകളുണ്ട്. അത് ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അവിടെ എന്തൊക്കെ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടന്നത്. BJP വളർന്നോ എന്ന് ചോദിച്ചാൽ വളർന്നു. സാങ്കേതികപരമായും അവർ കൃത്യമായി മണ്ഡലങ്ങളിൽ എല്ലായിടത്തും അവരുടെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് മൃഗീയ ഭൂരിപക്ഷം കിട്ടാൻ മാത്രമുള്ള സാഹചര്യമൊന്നും കഴിഞ്ഞ കുറേ നാളുകളായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ടാലി കുറയുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, കോൺഗ്രസിൻ്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു, BJP കളിക്കുന്നത് വൻ രീതിയിലുള്ള ഡബിൾ പ്ലേ ആണ്.